ഹലോ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് സുമിത. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും അല്ലേ, മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ വെക്കേഷന് പലരും പ്ലാൻ ചെയ്തിരിപ്പുണ്ടാവും കുട്ടികളെ കുറച്ച് വെക്കേഷന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്നൊരു രീതിയല്ല ഇപ്പോൾ അല്ലേ. പണ്ട് നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത് പോലെയല്ല ഇപ്പോൾ സ്കൂളുകളിൽ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുക. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, കേഴ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുക. മിക്കവാറും അവരെഴുതുന്ന ചില അക്ഷരങ്ങൾ ഈ ബി എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയായി പോകാറുണ്ടാവും, ഡി എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയായി പോകാറുണ്ടാവും. അതേപോലെ ഇ എന്ന് പറയുന്ന അക്ഷരം തിരിച്ചെഴുതാറുണ്ട്, എഫ് തിരിച്ചെഴുതാറുണ്ട്. അതേപോലെ ചിഹ്നങ്ങൾ, മലയാള അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ അതിനകത്തുള്ള ചിഹ്നങ്ങൾ തിരിഞ്ഞു പോകാറുണ്ട്. ഇതൊക്കെ കോമൺലി കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതിന് പറയുന്ന പേരാണ് മിറർ ഇമേജിങ് എന്നുള്ളത്. അപ്പോൾ പാരൻസ് മിക്കവാറും കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ സ്ട്രെയിനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെ അവരെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. എന്ന് പറയുന്നത് മിക്കവാറും കുഞ്ഞുങ്ങൾ തെറ്റിച്ച് ഇങ്ങനെ എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫിംഗർ കൊണ്ട് ഈ ഫിംഗർ ഇങ്ങനെ വെച്ച് അവരെ എഴുതിക്കാം. അപ്പോൾ പഠനം കുറച്ചുകൂടി രസകരമായിരിക്കും. നോക്കിക്കേ, നമുക്ക് ഈ ഒരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ 1 എഴുതാൻ സാധിക്കും. ഈ ഫിംഗർ ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ടോ, കർവ് പോലെ കൊടുത്തിട്ട് 2 എഴുതാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞവരെ കൊണ്ട് 3 എഴുതിക്കാം. ഈ പോലെ തന്നെ എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്ത് 4 എഴുതിക്കാം അല്ലേ. അപ്പം അങ്ങനെ പല രീതിയിൽ വളരെ രസകരമായിട്ട് ഈ വെക്കേഷന് നമുക്ക് അവരെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട്. ഇനി കുഞ്ഞുങ്ങളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പാരൻസ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ അവരുടെ ആൻസർ ഷീറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറയുന്നുണ്ടോ നോക്കുക. ഇനി ഈ പ്രശ്നം എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത്തരമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിക്കായിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 9496949929 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്